അണ്ടർ സബ്സ്ക്രിപ്ഷൻ അല്ലേ? അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് the number of application received on issued shares is less than the number of that the company intended to allot. നമ്മൾ കമ്പനി അലോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കുറച്ച് മാത്രമേ പബ്ലിക് എന്ത് ചെയ്യുന്നുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. ഇതിന് നമ്മൾ പറയുന്നതാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. In such a situation, the company can proceed with the allotment formality only if the minimum subscription has been received. മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യണം. 90% പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ അലോട്ട്മെൻറ്റ് എന്ന പ്രോസസ്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചതിനേക്കാളും കുറച്ച് മാത്രമേ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള അണ്ടർ സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ അറ്റൈൻ ചെയ്താൽ അവർക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. അടുത്ത് ഇതേപോലെയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വരും. ഓവർ സബ്സ്ക്രിപ്ഷൻ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് application received on issued shares or debentures exceed the number of shares or debentures that the company intended to allot. കമ്പനി അലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഷെയറോ ഡിബഞ്ചേഴ്സോ പബ്ലിക് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ 10,000 ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്നു, പബ്ലിക് ഒരു 26 ഷെയറിന് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ തരും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. ഇറ്റ് ഹാപ്പൻസ് ഇൻ വെൽ മാനേജ്ഡ് ആൻഡ് ഫിനാൻഷ്യലി സ്ട്രോങ് കമ്പനീസ് വിത്ത് എ ഹൈ ഗുഡ് വില്ല്. അപ്പം വെൽ മാനേജ്ഡ് ആൻഡ് ഫിനാൻഷ്യലി ഇപ്പോൾ കമ്പനികളിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ, ഓവർ സബ്സ്ക്രിപ്ഷൻ വരത്തുള്ളൂ. നല്ല ഗുഡ് വില്ലുള്ള കമ്പനികളിലൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, ഓവർ സബ്സ്ക്രിപ്ഷൻ വരും. ഇൻ സച്ച് എ കേസ് ഇറ്റ് ബിക്കം നെസസറി ടു റിഫ്യൂസ് അലോട്ട്മെൻറ്റ് ടു സം ആപ്ലിക്കൻറ്റ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് ആപ്ലിക്കൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്യണം, റിഫ്യൂസ് ചെയ്യണം, നിരസിക്കേണ്ടതായിട്ട് വരും, തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഫോർ ദിസ് പർപ്പസ് എ കമ്പനി ക്യാൻ ഫോളോ എനി ഓഫ് ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ്. അപ്പോൾ കമ്പനിക്ക് ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നാൽ താഴെ പറയുന്ന ഓൾട്ടർനേറ്റീവിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഓപ്ഷൻ അല്ല ഓൾട്ടർനേറ്റീവ് to the companies in case of oversubscription. First one, accepting the required number of application for the shares in full and totally rejecting the remaining application. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചത് ഫുൾ അക്സെപ്റ്റ് ചെയ്ത് ബാക്കി ഓവറായിട്ട് വരുന്ന പൈസ തിരിച്ചു കൊടുക്കുക. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇപ്പോൾ 50,000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ച് കമ്പനിക്ക് 60,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നു. അപ്പോൾ നമ്മൾ ആ 10,000 ഷെയർ എക്സസ്സാണ്, ഈ 10,000 ഷെയറുകാരുടെ എമൗണ്ട് തിരിച്ചു കൊടുക്കും. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. 2, allotment to all applicant on equitable basis which is known as pro rata base. അപ്പോൾ ഈ അപ്ലൈ ചെയ്ത എല്ലാവർക്കും ഒരു ഇക്വിറ്റബിൾ ബേസിസ് നമ്മൾ എന്ത് ചെയ്യും, ഷെയർ അലോട്ട് ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോ റേറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കേസ് ടോട്ടലി റിജക്റ്റിംഗ് സം ആപ്ലിക്കൻ ആൻഡ് പ്രോ റേറ്റ അലോട്ട്മെൻറ്റ് ടു ദ റിമൈനിങ് ആപ്ലിക്കൻ്റ്. 50,000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്ന കമ്പനി 60,000 ഷെയറിന് ആപ്ലിക്കേഷൻ വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 10,000 എക്സസ് ആണെന്നറിയാം, ഈ 10,000 ഷെയറുകാരിൽ 5,000 ഷെയറുകാർക്ക് പൈസ ചില ഷെയറുകാർക്ക് കൊടുക്കും. 5,000 ഷെയറുകാരെ നമ്മൾ എന്ത് ചെയ്യും, പ്രോ റേറ്റയിൽ കൊണ്ടുവരും. അതാണ് ടോട്ടലി റിജക്റ്റിംഗ് സം ആപ്ലിക്കേഷൻ. കുറച്ച് ആൾക്കാരുടെ ഷെയർക്ക് പൈസ തിരിച്ചു കൊടുക്കും. ഓക്കെ, പ്രോ റേറ്റ അലോട്ട്മെൻറ്റ് ദ റിമൈനിങ് ആപ്ലിക്കൻ്റ്. ബാലൻസ് വരുന്നവർക്ക് നമ്മൾ പ്രോ റേറ്റയിലും കൊടുക്കും. നാലാമത്തെ കണ്ടീഷൻ ഗിവിംഗ് ഫുൾ അലോട്ട്മെൻറ്റ് ടു സം ആപ്ലിക്കൻ്റ്. കുറച്ച് ആപ്ലിക്കൻ്റ് നമ്മൾ ഫുൾ അലോട്ട് ചെയ്യും. ടോട്ടലി റിജക്റ്റിംഗ് സം അതർ ആപ്ലിക്കൻ്റ്. ചില ആൾക്കാർക്ക് ഷെയർ ഇല്ലാൻ പറഞ്ഞാൽ അവരെ ഫുൾ അങ്ങ് റിജക്റ്റ് ചെയ്യും. അതിന് മേക്കിംഗ് പ്രോ റേറ്റ അലോട്ട്മെൻറ്റ് ടു ദ റിമൈനിങ് ആപ്ലിക്കൻറ്റിന് പ്രോ റേറ്റ അലോട്ട്. ഈ 4 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് കമ്പനിക്ക് ചൂസ് ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ കണ്ടോ, അക്സെപ്റ്റിംഗ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഫുള്ളി ആൻഡ് റിജക്റ്റിംഗ് ദ റിമൈനിങ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ എത്രയാണോ അത് നമ്മൾ ഫുൾ അക്സെപ്റ്റ് ചെയ്തിട്ട് എക്സസ് വന്നത് നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന കേസാണ്. എക്സാമ്പിൾ കണ്ടോ പറഞ്ഞേക്കുന്നത്, ഇഫ് എ കമ്പനി ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫോർ 10,000 ഷെയർസ് റിസീവ് ദ ആപ്ലിക്കേഷൻ ഫോർ 12,000 ഷെയർസ്. 10,000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ച കമ്പനിക്ക് 12,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടുന്നു. The directors may totally reject the application for 2,000 shares. കമ്പനിയുടെ ഡയറക്ടേഴ്സ് 2,000 ഷെയറിൻ്റെ പൈസ തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു, റിജക്റ്റ് ചെയ്യാൻ തീരുമാനിക്കും. ആൻഡ് അലോട്ട് 10,000 ഷെയർസ് ടു ദ റിമൈനിങ് ആപ്ലിക്കൻ്റ്. ബാക്കി 10,000 ഷെയറുകാർക്ക് ഷെയർ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഇൻ ദ കേസ് ഓഫ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ മസ്റ്റ് ബി റീഫണ്ടഡ് ബൈ പാസിംഗ് ദ ഫോളോയിങ് ചെയ്യണം. അപ്പോൾ റീഫണ്ട് ചെയ്യണം. അപ്പോൾ താഴെ പറയുന്ന എൻട്രി നമ്മൾ എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. നമുക്കറിയാം ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത എൻട്രി എങ്ങനെയാണ്, അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. റീഫണ്ട് ചെയ്യുമ്പോൾ ഈ എൻട്രി നേരെ തിരിക്കുക, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അവിടെ എൻട്രി ചെയ്യണോ, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത പ്രോ റേറ്റ അലോട്ട്മെൻ്റ് ആണ്. ഇൻ കേസ് ദ ഷെയർസ് ആർ ഓവർ സബ്സ്ക്രൈബ്ഡ്. ഏതെങ്കിലും കേസിൽ ഷെയർസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആയാൽ നോ ആപ്ലിക്കേഷൻ ഈസ് ഫുള്ളി അക്സെപ്റ്റഡ്. ഒരു ആപ്ലിക്കേഷനും ഫുള്ളായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈച്ച് ആപ്ലിക്കൻറ്റ് ഗെറ്റ്സ് എ അലോട്ട്മെൻറ്റ് ഫോർ സർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് ഓൺ ദ ബേസ് ഓൺ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ ബിയേഴ്സ് ദ നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ദ കമ്പനി ഇൻറ്റൻഡഡ് ടു അലോട്ട് ആണ്. ഓക്കെ, ഇതേ പ്രോ റേറ്റ എന്ന് പറഞ്ഞാൽ നോ ആപ്ലിക്കേഷൻ ഈസ് ഫുള്ളി അക്സെപ്റ്റ്. ഒരു ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈച്ച് ആപ്ലിക്കൻറ്റ് ഗെറ്റ്സ് അലോട്ട്മെൻറ്റ് ഫോർ എ സർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് ഓൺ ദ ബേസ് ഓൺ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ ഇറ്റ്. ഓരോ ഷെയർ എത്ര ഷെയറാണ് അപ്ലൈ ചെയ്ത് നമ്മൾ നോക്കും. 5 ഷെയർ ചോദിച്ചാൽ 3 ഷെയർ കൊടുക്കുന്ന കേസ്. അപ്പോൾ അവരെ അപ്ലൈ ചെയ്ത ഷെയറിനെ ഒരു പ്രോ റേറ്റ ബേസിലൂടെ നമ്മൾ മാറ്റും. ബിയേഴ്സ് ടു ദ നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ദ കമ്പനി ഇൻറ്റൻഡഡ് ടു അലോട്ട്. അപ്പോൾ അവർ അപ്ലൈ ചെയ്തതിൻ്റെ ബേസിൽ അവർക്ക് ഓരോരുത്തർക്ക് ഷെയർ അലോട്ട് ചെയ്യുന്ന രീതിയാണ്.
ദിസ് മെത്തേഡ് ഈസ് കാൾഡ് എ പ്രൊപ്പോർഷനേറ്റ് ഓർ പ്രോറേറ്റ അലോട്ട്മെൻറ്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷനേറ്റ് ഓർ പ്രോറേറ്റ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട്. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് റിജക്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. നോ ആപ്ലിക്കേഷൻ ഈസ് ഫുള്ളി റിജക്റ്റഡ് ഓർ അക്സെപ്റ്റഡ്. ഇത് പ്രോറേറ്റ ആണെന്ന് ഓർത്ത് വെക്കുന്നത്. ഒരു ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇതിനെ നമുക്കൊന്ന് വിളിക്കാം പ്രോറേറ്റ അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് അലോട്ട് എന്ന് വിളിക്കാം. ഓൺ മേക്കിംഗ് പ്രോറേറ്റ അലോട്ട്മെൻറ്റ് ദ എക്സസ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് വിൽ as far as possible adjusted in allotment money or call money receivable as the case may be. അപ്പോൾ ഇങ്ങനെ പ്രോറേറ്റയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആപ്ലിക്കേഷനോട് കിട്ടിയ പൈസ തിരിച്ചു കൊടുക്കുന്നില്ലല്ലോ. അത് നമ്മൾ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോഴോ ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുമ്പോഴോ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ പ്രോറേറ്റയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഷെയറിൻ്റെ എക്സാമ്പിൾ ഉണ്ടോ? ഇഫ് എ കമ്പനി റിസീവ് എ ആപ്ലിക്കേഷൻ ഫോർ 20,000 shares against 10,000 shares issued by them that can allot 10,000 shares to all the applicant. അപ്പോൾ 10,000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ച കമ്പനിക്ക് 20,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ വന്നു. അപ്പോൾ നമുക്ക് 10,000 ഷെയറേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ 20,000 ആപ്ലിക്കേഷൻ വന്നു. ഇൻ ദിസ് കേസ് റേഷ്യോ അലോട്ട്മെൻറ്റ് 10,000 ഡിവൈഡ് ബൈ 20,000 ഈസ് ഈക്വൽ ടു 1/2 ആയി. ദാറ്റ് ഈസ് 1 shares will be allotted to those who have applied for 2 shares. അതായത് 2 ഷെയർ ചോദിച്ചവർക്ക് 1 ഷെയർ കൊടുക്കാം. ഹാഫാണ്. 10 ഷെയർ ചോദിച്ചവർക്ക് 5 ഷെയർ കൊടുക്കാം. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുന്നതാണ് ഈ പ്രോറേറ്റ അലോട്ട്മെൻറ്റ് രീതി എന്ന് പറയുന്നത്. അടുത്ത പ്രോബ്ലം കണ്ടോ? ശരത് ലിമിറ്റഡ് ഇഷ്യൂഡ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each to the public, payable ₹1 on application, 3 on allotment, 2 on first call, 4 on second and final call. Application were received 14,000 shares. All the amounts due were received on him on time. Pass entries in the following cases are. Okay. When application for 4,000 shares rejected and application money returned, another case ചെയ്യണം. 2. When shares are allotted on pro rata basis. 2 കേസും ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ അറിയാം 10,000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ച കമ്പനിക്ക് 14,000 ഷെയറിന് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ എക്സസ് ആയിട്ട് വന്നേക്കുന്നത് 4,000 ഷെയറാണ്. 10 രൂപയാണ് ഷെയറിൻ്റെ വില അല്ലേ? ആപ്ലിക്കേഷൻ 1 രൂപ, അലോട്ട്മെൻറ്റ് 3 രൂപ, അപ്പോൾ 4 രൂപയായി. ഫസ്റ്റ് കാൾ 2 രൂപ, 6. സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ 4 രൂപ, 10 രൂപയും വന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ അവർ പറയുന്നത് ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യുന്ന എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഉണ്ടോ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ 14,000 × 1 14,000 വരും. അപ്പോൾ റിസീവ് ചെയ്യുമ്പോൾ ഫുൾ എമൗണ്ടിന് എടുക്കണം. ആപ്ലിക്കേഷൻ മണി നമ്മൾ റിസീവ് ചെയ്തില്ല 14,000 ഷെയറിന് 1 രൂപ വെച്ച്. ക്യാപിറ്റലോട്ട് മാറ്റുമ്പോൾ ഡ്യൂ ആക്കുമ്പോൾ 10,000 ഷെയർ എടുക്കാവും. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 10,000 × 1 10,000 എടുക്കത്തില്ല ഉണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് റീഫണ്ട് ചെയ്യാനല്ലേ പറഞ്ഞേ. അപ്പോൾ നമുക്ക് റീഫണ്ടിന് എൻട്രിയും കൂടെ അഡീഷണൽ വരും. റീഫണ്ട് ചെയ്യുമ്പോൾ റിസീവ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എൻട്രി ചെയ്യാം. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ബാങ്ക് 4,000 ഷെയറിന് 1 രൂപ വെച്ച് 4,000 കണ്ടോ? പിന്നെ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 10,000 × 3 റിസീവ് ചെയ്യുന്നു ബാങ്ക് അക്കൗണ്ട് അറ്റത്ത് ഷെയർ അലോട്ട്മെൻറ്റ് 10,000 × 3 30,000. അടുത്തത് ഫസ്റ്റ് കാൾ ഡ്യൂ ആകുന്നു ഷെയർ ഫസ്റ്റ് കാൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 2 രൂപ 10,000 × 2 20,000. അത് റിസീവ് ചെയ്യുന്നു ബാങ്ക് അക്കൗണ്ട് അറ്റത്ത് ഷെയർ ഫസ്റ്റ് കാൾ 20,000. അടുത്തത് സെക്കൻഡ് കാൾ ഡ്യൂ ആകുന്നു സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ ഡ്യൂ ആകുന്നു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ അക്കൗണ്ട് അറ്റത്ത് ഷെയർ ക്യാപിറ്റൽ 10,000 × 4 40,000. റിസീവ് ചെയ്യുന്നു ബാങ്ക് അക്കൗണ്ട് ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ. ഇനി നമ്മളുണ്ട് രണ്ടാമത്തെ മെത്തേഡ് ചെയ്യാൻ പോവാം. ആദ്യം ബാങ്ക് അക്കൗണ്ട് ഷെയർ ആപ്ലിക്കേഷൻ 14,000 × 1 14,000 തന്നെ. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 10,000 × 1 10,000. റീഫണ്ട് ചെയ്യാത്തതുകൊണ്ട് ആ മൂന്നാമത്തെ എൻട്രി വരത്തില്ല. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ബാങ്ക് വരത്തില്ല. നമ്മൾ അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കും. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 10,000 × 1 30,000. ക്ലിയർ ആയോ? 3 രൂപ വെച്ച്. അടുത്ത എൻട്രിയിൽ കണ്ടോ ബാങ്ക് അക്കൗണ്ട് അറ്റർ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റത്ത് ഷെയർ അലോട്ട്മെൻറ്റ് വന്നു. നമുക്കറിയാം റിസീവ് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഷെയർ അലോട്ട്മെൻറ്റ് അല്ലേ വരത്തുള്ളൂ. ഈ ആപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റ് ആക്കണം, അവിടെ ആക്കണം. ഷെയർ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുമ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ ഏത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസാണ്. ബാങ്ക് അക്കൗണ്ട് ഷെയർ ആപ്ലിക്കേഷൻ അല്ലേ, തിരിച്ചു കൊടുത്തില്ലല്ലോ. അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കൊണ്ട് ഡെബിറ്റ് അങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി. മനസ്സിലായോ? ബാങ്ക് അക്കൗണ്ട് അറ്റർ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റത്ത് ഷെയർ അലോട്ട്മെൻറ്റ്. ക്ലിയർ ആയി പറഞ്ഞേ. അപ്പോൾ 10,000 × 3 30,000 തന്നെ നമ്മളങ്ങ് എഴുതും, ക്രെഡിറ്റ് ചെയ്യും. കണ്ടോ 10,000 × 3 ഷെയർ അലോട്ടിനകത്ത് 30,000 എഴുതി. പിന്നെ നമുക്കറിയാം 4,000 ഷെയറിനല്ലേ ഇത് വന്നേക്കുന്നേ. അപ്പോൾ ആപ്ലിക്കേഷൻ 1 രൂപ 4,000 × 1 4,000. അപ്പോൾ 30,000 4,000 തമ്മിലുള്ള ഡിഫറൻസ് 26,000 രൂപ ബാങ്കിലേക്ക് വരും. കണ്ടോ? അതാണ് പ്രോറേറ്റ രീതി ചെയ്യുന്നത്. ക്ലിയർ ആയി പറഞ്ഞേ. ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന സമയത്താണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ബാങ്ക് അക്കൗണ്ട് ഷെയർ അലോട്ട്മെൻറ്റ് ആണ് നമുക്കറിയാം. ആപ്ലിക്കേഷൻ മണി ക്യാൻസൽ ആക്കണം. ആപ്ലിക്കേഷൻ മണിക്ക് റിസീവ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബാലൻസാണ് ബാങ്ക് അക്കൗണ്ട് ഷെയർ ആപ്ലിക്കേഷൻ. അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് കൊടുക്കണം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റർ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഷെയർ അലോട്ട്മെൻറ്റ്. അടുത്ത ഫസ്റ്റ് കാൾ മണി ഡ്യൂ പഴയ പോലെ തന്നെ 10,000 × 2 20,000. റിസീവ് ചെയ്യുന്നു ബാങ്ക് അക്കൗണ്ട് അറ്റർ ഷെയർ ഫസ്റ്റ് കാൾ 10,000 × 2 20,000. പിന്നെ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ അല്ല അലോട്ട്മെൻറ്റിനകത്താണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അലോട്ട്മെൻറ്റിലാണല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ആപ്ലിക്കേഷൻ മണി പൈസ തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ അലോട്ട്മെൻറ്റ് പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെ.
ക്ലിയർ അല്ലേ? അപ്പം അത് ചെയ്യാം.